നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ പുതിയതായിട്ടൊക്കെ വന്ന ആളുകൾ വീഡിയോ ഒക്കെ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ കൂടുക, സബ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ സബ് ചെയ്യൂ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുള്ള ടോപ്പിക്കാണ് അല്ലേ. സമയം എവിടെന്നെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ആളുകൾ ഓടിപ്പോയി വാങ്ങിച്ചേനെ. സമയമില്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ടോ? ആരോട് ചോദിച്ചാലും സമയത്തിന് പ്രശ്നമാണ്. എന്ത് ജോലിയായാലും എന്ത് മേഖലയിലും എവിടെ ചെന്നാലും കാര്യത്തോട് അടുക്കുമ്പോൾ അവർക്ക് സമയം ഉണ്ടാവില്ല. 100 കൂട്ടം കാര്യങ്ങളിൽ ബിസിയാണ്. ചിലരുടെ കാര്യം എന്തിനാ ഓടിയിട്ട് നേരമില്ല, ഓടാൻ അത് നിൽക്കാട്ട് സമയമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഓട്ടത്തിൻ്റെ ഒരു കുറവില്ല. ഓടിയിട്ട് ശൈശവും വാർദ്ധക്യം ഒക്കെ പിന്നിട്ടിപ്പോൾ കട്ടിലേറി പോകേണ്ട അവസ്ഥയിലേക്ക് ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴും സമയമില്ലാണ് അവർക്ക്. എന്തെങ്ങനെ സമയമില്ലാണ്ടാവണേ? സമയമില്ലായ്മ ഒരു പ്രശ്നമാണോ? ഇന്ന് സമൂഹത്തിൽ കുറെ ആളുകൾ സമയം കണ്ടെത്തി നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ. പല ആളുകളുടെ ഈ ടെൻഷൻ ഡിപ്രഷനൊക്കെ കൂടാനുള്ള കാരണം ഈ സമയം മര്യാദയ്ക്ക് മാനേജ് ചെയ്യാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. ചിലർക്ക് 36, ചിലർക്ക് 56, ചിലർക്ക് 20. അങ്ങനെയൊന്നുമില്ലല്ലോ. എല്ലാവർക്കും 24 മണിക്കൂർ സമയം ഉണ്ടല്ലോ. പിന്നെന്താ ചിലർക്ക് സമയമില്ലാതാവണേ? ചില വീട്ടമ്മമാർക്കൊന്നും തീരെ സമയമില്ല. ജോലിക്ക് പോകുന്ന ആളുകളെക്കാട്ടിയും കൂടുതൽ തിരക്കാണ് അവർക്ക്. ഒന്നിനും സമയമില്ല. വീട്ടിലെ ജോലികൾ, കുട്ടികളുടെ തിരക്ക്, കുട്ടികളെ പഠിപ്പിക്കല്, മറ്റുള്ള കാര്യങ്ങൾ, കുടുംബനാഥന്മാരുടെ കാര്യം നോക്കല്, പേരൻസിനെ നോക്കല്, വീട് വൃത്തിയാക്കല്, ഇങ്ങനെ ആയിട്ട് നേരം വെളുക്കണോ വൈകുന്നേരം ആവണോ എന്താ ചെയ്തെന്ന് അറിയില്ല. ഒന്നിനും സമയമില്ല. ജോലിക്ക് പോകുന്ന ആളുകളുടെ അവസ്ഥ അത് അതിലും വലുതാണ്. ജോലി സ്ഥലത്തെ പണിയും തീരില്ല, ബാക്കിയുള്ള ഒന്നിനും സമയമില്ല, ഉറങ്ങാൻ സമയമില്ല. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം കിട്ടണമെങ്കിൽ ഈ സമയം നമ്മൾ മാനേജ് ചെയ്തേ പറ്റുള്ളൂ. അവനവൻ്റെതായ സന്തോഷത്തിന് വേണ്ടി കുറച്ച് സമയമൊക്കെ കണ്ടെത്തിയേ പറ്റുള്ളൂ. മറ്റുള്ള ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ തന്നെ സമയം. പിന്നെ എങ്ങനെയാ സന്തോഷത്തിനും സമാധാനത്തിനും എൻജോയ്മെന്റിനൊക്കെ സമയം കണ്ടെത്തല്ലേ? വല്ലാത്തൊരു സമസ്യയാണ് കേട്ടത് അല്ലേ. എന്താ ചെയ്യാ? ഈ സമയം ഇപ്പം എങ്ങനെ കണ്ടെത്തുക? എങ്ങനെ സമയം കണ്ടെത്താൻ പറ്റുക? ഇതുവരെയുള്ള വീഡിയോ കണ്ടവർ അതിനെക്കുറിച്ചൊരു അഭിപ്രായം കമന്റിൽ എഴുതും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ ചിലപ്പോൾ സമയം എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളിങ്ങനെ സമയമില്ല, സമയം പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണോ? എഴുതണ്ട, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. അതിന് എന്തൊരു സൊല്യൂഷൻ? എല്ലാ ആളുകളും നിലവിലെ സാഹചര്യത്തെക്കാട്ടി മെച്ചപ്പെട്ട ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ദുഃഖമുള്ളവർക്ക് സന്തോഷം വേണം, സന്തോഷം കിട്ടുന്നവർക്ക് അതിൽ കൂടുതൽ എൻജോയ്മെന്റും എന്റർടൈൻമെന്റും വേണം. ലൈഫ് അടിച്ചു പൊളിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ കരഞ്ഞു തീർക്കണം എന്ന് ഒരാളും ആഗ്രഹിക്കുന്നില്ല. അവരെയൊക്കെ സംബന്ധിച്ച് മിക്കപ്പോഴും പ്രശ്നം സമയമാണ്. ചിലർ പറയും പൈസ ഉണ്ടെങ്കിൽ ഒക്കെ നടക്കും. പൈസ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നടക്കും. പൈസ കൊണ്ട് എല്ലാം നടക്കുന്നില്ല. സമയം വേണം, ഫ്രീ ടൈം, പിന്നെ അതിൻ്റെ കൂടെ ആരോഗ്യം വേണം. പിന്നെ ഈ പറഞ്ഞ സാധനത്തിൽ ഏതൊക്കെ വന്നു പറഞ്ഞ കാര്യങ്ങളിൽ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഒക്കെ വേണം. ടൈം ഫ്രീഡം, മണി ഫ്രീഡം, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ സമയമാണ് അല്ലേ. അപ്പൊ ഭൂരിഭാഗം ആളുകളും ജോലിക്ക് പോകുന്നവർക്ക് അതിലും വലിയ തിരക്ക്. വീട്ടിലെ കാര്യങ്ങൾ തീർത്തിട്ട് വേണം ജോലിക്ക് പോകാൻ. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും വീട്ടിലെ ബാക്കി കാര്യങ്ങൾ നോക്കണം. അപ്പോഴത്തേനും ബാക്കിയുള്ള കുടുംബക്കാരുടെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ പറ്റുന്നില്ല, നാട്ടിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇടപെടാൻ പറ്റുന്നില്ല. വലിയ വലിയ ബിസിനസ്സും വലിയ വലിയ സൗകര്യങ്ങളും കൂടുമ്പോൾ എന്താവും? അപ്പൊ കുടുംബത്തെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലാതെ വരും. അവനവന് വേണ്ടപ്പെട്ടവർക്കുള്ള കെയറിങ്, അതിനൊന്നും സമയം തീരെ ഇല്ലാണ്ടാവും. ചിലർ പറയുന്ന സന്തോഷം ഉണ്ടെങ്കിൽ കഞ്ഞിയും പപ്പടായാലും കഞ്ഞിയും ചമ്മന്തി ആയാലും കുടിച്ച് ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറയും. അവിടെ കുറെ കോംപ്രമൈസുകൾ വരുന്നുണ്ട്. അവനവൻ്റെതായ കുറെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടും മറ്റുള്ളവര് നല്ല രീതിയിൽ പല സ്ഥലങ്ങളിൽ ടൂറ് പോകണതും, നല്ല വാഹനങ്ങൾ ഉപയോഗിക്കണതും, നല്ല വസ്ത്രം ഉപയോഗിക്കണതും, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണതും, നല്ല ലൈഫ് എൻജോയ് ചെയ്യുന്നതൊക്കെ കളഞ്ഞിട്ട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇരുന്ന് കുറച്ച് സന്തോഷത്തോടെ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് സന്തോഷമാണോ? ചിലർക്കത് സന്തോഷമായിരിക്കും. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ലോകത്തുണ്ട് അതൊക്കെ എല്ലാവർക്കും ആസ്വദിക്കാനുള്ളത്. പേഴ്സണലി ആയിട്ടായാലും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളായാലും പ്രകൃതിയായിട്ട് കണ്ട് ആസ്വദിക്കാനുള്ളതായാലും യാത്രകളായാലും എൻജോയ്മെന്റ് ആയാലും എന്റർടൈൻമെന്റ് ആയാലും ഒക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറ്റാവുന്നിടത്തോളം എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലൈഫ്.
ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, അത് വേറെ ലോകമാണ്. അത് നമുക്ക് വേറെ സബ്ജക്റ്റ് ആയിട്ട് പറയാം. അത് സംബന്ധിച്ചുള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ തീരെ ദഹിക്കില്ല. അവരുടെ സോഫ്റ്റ്വെയർ വേറെ ഇവ. ഈ പറയുന്ന വലിയ വലിയ വിടുന്ന ആളുകൾ, ഇപ്പോൾ പറയുന്ന ആളുകൾ മുഴുവൻ അവരെ പേഴ്സണൽ ലൈഫ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നല്ല. അവരെ ലൈഫ്, അവരുടെ മക്കളുടെ ജീവിതം, അവരുടെ കുടുംബജീവിതം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എൻജോയ്മെന്റ് ആകും. പണ്ടത്തെ മാതിരി വടി കുത്തിയോ നടക്കലോ അല്ലെങ്കിൽ കളവണ്ടി യൂത്തിലോ നല്ല ആളുകൾ ജീവിക്കുന്നത് ഒക്കെ അപ്ഡേറ്റഡ് ആയി. പക്ഷെ പറച്ചിലിൽ മാത്രം അവർ ആ തരത്തിലൊക്കെ പറയും. ആത്മീയതയെ കുറിച്ച് ഞാൻ ഇപ്പൊ കൂടുതലൂടെ പറയുന്നില്ല, അത് പറയാൻ നിന്നാൽ ഇപ്പൊ സമയം മതിയാവാതെ വരും. ഈ വീഡിയോ നീളം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ട്. ഒരു 10-12 മിനിറ്റിൽ അവസാനിപ്പിക്കണേ. അപ്പൊ സമയത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങളാണ്. ആരോട് എന്ത് ചോദിച്ചാലും സമയം, പോയ സമയത്തെക്കുറിച്ച്, ഇല്ലാത്ത സമയത്തെക്കുറിച്ച്, സമയം ഉണ്ടാക്കാൻ പറ്റാത്തതിനെ കുറിച്ചൊക്കെയാണ് പ്രശ്നം, ചർച്ച. എവിടെ ചെന്ന് അവസാനിക്കുന്നത്? എന്തെങ്കിലും കാര്യം ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ, പ്രത്യേകിച്ചും ജോലി ചെയ്യിക്കുന്ന ആളുകൾക്ക്, എന്തെങ്കിലും മാനേജർ പോസ്റ്റിലോ സൂപ്പർവൈസറോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ കേൾക്കേണ്ടി വരിക സമയമില്ല. സമയമില്ലാത്തതിനെ കുറിച്ചുള്ള എക്സ്ക്യൂസുകൾ കേൾക്കാനാവും നേരം ഉണ്ടാവും. കാരണം ഇതാണ് ഇങ്ങനെ കാലങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവര്. നിന്റെ കുഴപ്പം കൊണ്ടല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല സാറേ, മാഡം, അല്ലെങ്കിൽ ഇന്ന ആളെ, ഇത് മറ്റുള്ളവരുടെ പ്രശ്നം കൊണ്ടാണ്. അവര് നമുക്ക് സൗകര്യം ചെയ്തു തരാത്തതുകൊണ്ടാണ്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയാണ് പലരും പറഞ്ഞു മാറി നിൽക്കുക പല കാര്യങ്ങൾ. അപ്പൊ 24 മണിക്കൂറിൽ എങ്ങനെ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് സമയം കണ്ടെത്താന്നുള്ളതൊന്ന് ചിന്തിച്ചാലോ? എനിക്ക് അറിയണത് തന്നെ ആയിരിക്കും, എന്നറിയാത്തവരുണ്ടാവട്ടെ. ഒന്ന് പ്രിയോറിറ്റൈസ് ചെയ്താൽ മതി, നമ്മൾ പ്രാധാന്യം കൊടുത്താൽ മതി, ഒരു മുൻഗണന കൊടുത്താൽ മതി അവനവനെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്. അവനവൻ എന്താ വേണ്ടതെന്ന് ആദ്യം ചിന്തിച്ചാൽ മതി. അപ്പൊ അതിനുള്ള സൗകര്യങ്ങളൊക്കെ വരും. നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ പ്രകൃതി നമുക്ക് ഇങ്ങനെ ഒരുക്കി തരുന്ന പറയാം. അപ്പൊ അവനവന്റെ മനസ്സമാധാനം, അവനവന്റെ സന്തോഷം, അവനവന്റെ എൻജോയ്മെന്റ്, ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നമ്മൾ കൊടുക്കും. പിന്നെ അവനവന്റെ ഉത്തരവാദിത്തങ്ങളാണ് കുടുംബം നോക്കല്, കുട്ടികളെ വളർത്തല്, പേരൻസിനെ നല്ല രീതിയിൽ കെയർ കൊടുക്കല്, സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യല്, എങ്ങനെ പലതരത്തിൽ പോകും. അപ്പൊ ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തേണ്ടത് ആരാ? ഏതാ വ്യക്തി, ആ വ്യക്തി തന്നെയാണ്. അപ്പൊ 24 മണിക്കൂർ മതിയാവില്ല എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ആളുകൾ ഉറങ്ങും, ജോലിക്ക് പോവും, മറ്റുള്ള വീട്ടുജോലികളും അത്യാവശ്യം അവനവൻ്റെതായ കാര്യങ്ങൾ, പിന്നെ പേഴ്സണലി ചെയ്യേണ്ട കുളി, തിരുമ്പല്, വൃത്തിയാവല്, അത് കഴിഞ്ഞാൽ ധ്യാനം, പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങൾ, ചിലര് വായന, ചിലര് ചെറിയ ട്രിപ്പുകൾ, ഇങ്ങനെ പല പല കാറ്റഗറിയിലാണല്ലോ ഓരോ ദിവസം തള്ളി നീക്കണത്. 24 മണിക്കൂറിന് അങ്ങനെയാണ് കൊണ്ടുപോകണത്. അപ്പൊ ദൈനംദിനമായിട്ട് ഡെയിലി ജോലിക്ക് പോകുന്ന ആളുകളായ പോലും ഇതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ അതല്ല, വീട്ടില് ജോലിക്ക് പോകാത്ത ആളുകളായിക്കോട്ടെ, അവർക്കും അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രായമായിട്ടുള്ള ആളുകൾ, റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവർക്ക് അവർക്കും പറ്റും. അവർക്ക് പോലും സമയമില്ല ഒന്നും. അവരും പറയും, മിണ്ടി പറയാൻ ആരുമില്ല. സത്യത്തിൽ ഈ ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയുന്ന സാധനം അതൊരു വലിയൊരു സംഭവമാണ്. ഏത് പ്രായത്തിലും, ചെറുപ്പത്തിലും, മുതിർന്നവരിലൊക്കെ അവരെ കേൾക്കാൻ ആളുണ്ടാവുക, ഇമോഷണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത് അതൊരു വലിയ വിഷയമാണ്. അത് നടക്കുമ്പോൾ കുറേ സ്ട്രെസ്സും ടെൻഷനൊക്കെ റിലീഫാവും, മൈൻഡ് ഫ്രീ ആവും. അതിനുള്ള വേദികൾ ഉണ്ടാവുമ്പോൾ തന്നെ ഒരു പരിധി വരെയൊക്കെ സെറ്റാവും. 24 മണിക്കൂറിനെ എങ്ങനെ നമുക്ക് ഇനിയിപ്പോ ഉപയോഗിക്കാൻ പറ്റും? സാധാരണ നമ്മളിപ്പോൾ ഒരു ബ്രെഡ് വാങ്ങിച്ചാൽ അതൊരു വലിയൊരു പീസായിരിക്കും അല്ലേ? അത് ഒന്നിച്ചങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും? ഇല്ലല്ലോ. അപ്പൊ നമ്മളതിങ്ങനെ ഭാഗങ്ങളാക്കി കട്ട് ചെയ്ത് സ്ലൈസ് ആയിട്ടല്ലേ ഉപയോഗപ്പെടുത്തുക. അതേപോലെ നമുക്ക് 24 മണിക്കൂറിന് 3-4 സ്ലൈസ് ആയിട്ട് 3-4 ഭാഗങ്ങളായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൂടെ? 24 മണിക്കൂറിലൊരു 7 മണിക്കൂറിന് നമുക്ക് ഉറക്കത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുക. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇടയ്ക്ക് സ്കിപ്പായി പോയ ആളുകൾക്ക് ഇത് അറിയില്ല, അവർക്ക് കിട്ടണ്ട. സ്കിപ്പാവാതെ കാണുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. 7 മണിക്കൂർ, ഒരു 10 മണി തൊട്ടിട്ട് ഒരു 5 മണി വരെ സുഖമായിട്ടുണ്ട് ഉറങ്ങിക്കൂടെ? എന്ത് ജോലിക്ക് പോണ ആളായിക്കോട്ടെ, നോർമൽ ഒരു ഡേ ഡ്യൂട്ടി ചെയ്യുന്ന ആളുടെ കാര്യമാണ് പറയുന്നത്. നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റിന്റെ ആൾക്കാർ തൽക്കാലം അവരതിനനുസരിച്ച് വേറെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തോട്ടെ. സുഖമായിട്ടൊരു 7 മണിക്കൂർ കൊണ്ട് ഉറങ്ങാം. അത് കഴിഞ്ഞൊരു 5 മണിക്ക് എണീറ്റ് അത്യാവശ്യം പ്രാഥമിക കാര്യങ്ങളും പ്രാർത്ഥനകളും ഉള്ള ആളുകൾക്ക് അതൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ചെയ്യേണ്ട കാര്യം വഴിയെ പറയാം. അപ്പൊ ഒരു 7 മണിക്കൂർ ഉറക്കത്തിന് കൊടുത്തു. ഇപ്പൊ നോർമലി നമ്മുടെ നാട്ടിലൊരു
8 മുതൽ 9 മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, 8 മണിക്കൂർ തന്നെ സാധാരണ ഒരു ലേബർ ജോലി ചെയ്യുന്ന ആളും അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അത്രയൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ. ഒരു 8 മണിക്കൂർ അങ്ങനെ പോട്ടെ ജോലിക്ക്. അപ്പൊ ഉറക്കമായി ജോലി. അപ്പൊ 8ഉം 7 എത്രയായി? 7, 14, 1, 15. അങ്ങനെ കൂട്ടാൻ എളുപ്പം. 15 കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ബാക്കിയുണ്ട്? 15, 5, 20, 24, 9 മണിക്കൂർ ബാക്കിയുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നുണ്ട്? അപ്പൊ 7, 8 ആക്കി നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇനിയുള്ള ഈ 9 മണിക്കൂറിനെ എന്ത് ചെയ്യാം? ഒരു 4 മണിക്കൂർ അവനവന് വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കുക. അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. 5 മണി തൊട്ടിട്ട് ഒരു 6 മണി വരെയുള്ള സമയം അവിടെ ഒരു മണിക്കൂർ അവനവന്റെ ഫ്രഷ് ആവലും കാര്യങ്ങൾക്കും, അതുപോലെ തന്നെ ഒരു മണിക്കൂറിനും കൂട്ടി പിടിച്ചോ രാവിലെ തന്നെ വല്ല ധ്യാനോ നടത്തോ യോഗയോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ഇനി വൈകിട്ട് സമയം കിട്ടുന്ന ആളുകൾക്ക് അത് ചെയ്യാം. അതോടൊപ്പം തന്നെ എഴുത്ത് താല്പര്യമുള്ള ആളുകൾക്ക്, പാട്ട് ആസ്വദിക്കുന്ന ആളുകൾക്ക്, അതല്ല ചിലപ്പോൾ യൂട്യൂബ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകളായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇനി ബാക്കി എത്ര മണിക്കൂർ ബാക്കി കിടക്കുക? ഇനി എത്ര മണിക്കൂർ അപ്പോൾ പറഞ്ഞാൽ ബാക്കിയുള്ളത്? 7 പറഞ്ഞു, 8 പറഞ്ഞു, 5 പറഞ്ഞു. ഇനി 4 മണിക്കൂർ ബാക്കിയല്ലേ? ഇപ്പൊ സമയം എവിടുന്ന് വന്നേ? ഇപ്പൊ നമ്മള് 7 മണിക്കൂർ ഉറങ്ങി, 8 മണിക്കൂർ ജോലിക്ക് പോയി, ഒരു 5 മണിക്കൂർ നമ്മള് പേഴ്സണൽ കാര്യങ്ങൾക്ക് എടുത്തു. ചിലപ്പോൾ ട്രാവലിംഗ് വരാം. ഇപ്പൊ ജോലിക്ക് പോകണ വിചാരിക്കും ഞങ്ങൾക്ക് ജോലിക്ക് ഇപ്പോൾ അത്രയും സമയം എടുക്കുന്നുണ്ട്, അത് അതിൽ പെടുത്താം. എന്നാലും 3-4 മണിക്കൂർ ബാക്കിയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് അവനവൻ്റെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ, പുതിയ വരുമാനം കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനവനെ ഒരു ബോധം ഉണ്ടാക്കി അതൊക്കെ ചെയ്യാൻ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്യാനുള്ള സംവിധാനം ഇതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നോർമൽ വർക്കിംഗ് ഡേയ്സിലെ കാര്യം പറയണം. ഇനി വർക്കില്ലാത്ത ദിവസങ്ങളിൽ ടൂർ പോകാനോ എൻജോയ്മെന്റിനോ ഒക്കെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ മതി. ഞാൻ അവസാനത്തെ 4 മണിക്കൂർ കണ്ട് വിട്ടു വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഒന്നാമത് ഒരു 10 മണിക്ക് ഉറങ്ങലും ഒരു 5 മണിക്ക് എണീക്കലും എന്നുള്ള ശീലം വന്നാൽ തന്നെ കുറേയൊക്കെ മാറ്റം വരും. ഇപ്പൊ കാലം മാറിയോണ്ട് കൂടുതൽ ആളുകളും ലേറ്റായിട്ട് ഉറങ്ങലും ലേറ്റായിട്ട് എണീക്കലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ സമയം 24 മണിക്കൂർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഉറക്കം നിർബന്ധമാണ്. ആരോഗ്യം നിലനിർത്താനുള്ള എക്സസൈസും ഭാരിച്ച കുറെ കാര്യങ്ങളും ചെയ്യേണ്ടതില്ല. ചെറിയ കാലത്ത് വൈകിട്ടുള്ള നടത്തം പറ്റുന്ന ആളുകൾ അത് ചെയ്യാൻ പറ്റും. അവനവന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന പല പല കാര്യങ്ങളുണ്ട്. മ്യൂസിക് ആവാം, യോഗ ആവാം, മറ്റുള്ള വ്യായാമങ്ങളാവാം. പിന്നെ എല്ലായിടത്തും സന്തോഷമായിട്ടിരിക്കുക. ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും വീട്ടിലായാലും എവിടെയായാലും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ ഇതൊക്കെ നടക്കും. നമ്മുടെ ചുറ്റുപാടുകളെ നെഗറ്റീവ് ആക്കാനും നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനും നമ്മളെ എന്താ പറയുക ടെൻഷൻ അടിപ്പിക്കാനുള്ള വഴികളെ ഉണ്ടാവുള്ളൂ. അതിന്നൊക്കെ ഒരു സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാം ഉള്ളിലൊതുക്കി ഉൾവലിഞ്ഞ് നിൽക്കുമ്പോഴാണ് പലർക്കും പ്രശ്നം. ഒരു സ്പ്രിങ് അമർത്തി വെച്ച പോലെയാണ്. എല്ലാം കൊണ്ടതിനെ അടക്കി ഒതുക്കി അവസാനം ഒരു പൊട്ടിത്തെറിയാണ്. അപ്പൊ അത് ബാക്കിയുള്ളവരൊക്കെ വലിയ തരത്തിൽ ബാധിക്കും. അപ്പൊ സമയം നമ്മൾ ഓരോരുത്തർ സ്വയം കണ്ടെത്തേണ്ടതാണ്. എന്ത് പറഞ്ഞു വന്നാലും അവസാനം അവനവനിലേക്ക് തന്നെ വരും അല്ലേ? അതാണ് ഇതിന്റെ ഒരു കുഴപ്പം. നമ്മൾ മാറണമെങ്കിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെയാണ് മാറ്റം തുടങ്ങേണ്ടത് എന്നുള്ളതുകൊണ്ട് അതങ്ങനെ തന്നെ വരുള്ളൂ. ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യത്തിൽ തന്നെ ഉണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ തന്നെയാണല്ലോ പരിശ്രമിക്കേണ്ടത്. മറ്റുള്ളവർക്കൊക്കെ ഒരു പരിധിക്ക് അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സമയമില്ലാത്തതല്ല പ്രശ്നം. ഇതേ സമയം ഉപയോഗിച്ച് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ട് അല്ലേ? സന്തോഷം ഹാപ്പിയൊക്കെ ഒന്നു തന്നെയല്ലേ?